ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്യാതെ പോകുന്ന യാത്രകളൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. ഞാൻ അത്തരത്തിൽ ചെയ്തൊരു യാത്രയുടെ വിശേഷങ്ങളാണ്. ഒരു വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായെന്ന് തോന്നി. ഞാൻ ബാഗെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരനെ വിളിച്ചിട്ട് ബസ് സ്റ്റോപ്പിലാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം കിട്ടിയത് കോഴിക്കോട് പോകുന്ന ലോ ഫ്ലോർ AC ബസ്സായിരുന്നു. അതിൽ കയറി ഏകദേശം 2-2:30 വെളുപ്പിനെ 2:30 ആയപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി. കോഴിക്കോട് ചെന്ന് കഴിയുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകണം. കോഴിക്കോട് ഭാഗത്തേക്ക് സുൽത്താൻ ബത്തേരി മൈസൂർ ഭാഗത്തേക്കുള്ള വണ്ടികളെല്ലാം കിടപ്പുണ്ട്. എല്ലാ വണ്ടികളിലും ഭയങ്കര ആൾക്കാരുമാണ്. നല്ല റഷ്. വെളുപ്പിന് 3:30-4 മണി സമയത്ത് വേറെ പ്രൈവറ്റ് ബസ്സൊന്നും സർവീസ് നടത്താൻ തുടങ്ങിയിട്ടില്ല. എങ്ങോട്ട് പോകണം എന്നുള്ള എന്ത് ചെയ്യും എന്നുള്ള പിന്നെയും ഞാൻ സ്റ്റക്കായി നിന്നപ്പോൾ ഒരു സുൽത്താൻ ബത്തേരി ബസ് ബോർഡ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി കയറി അതിൽ സീറ്റ് പിടിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി. 6-6:30 ഒക്കെ ആയപ്പോൾ ഞാൻ സുൽത്താൻ ബത്തേരി എത്തി. അവിടെ നിന്ന് ഫ്രഷപ്പായി ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഗുണ്ടൽപേട്ട് പോകുന്ന വണ്ടി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി അതിൽ കയറി ടിക്കറ്റ് എടുത്തു. ഗുണ്ടൽപേട്ട് ഇപ്പം സൂര്യകാന്തി പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. പോകുന്നതാണെങ്കിലോ മുത്തങ്ങ വനത്തിക്കൂടി. രണ്ട് കാര്യങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഞാനിതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ പോകുന്ന വഴി മൃഗങ്ങളെയൊക്കെ കണ്ടു പോകാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കൊരു കാട്ടാനക്കൂട്ടത്തെ മാത്രമാണ് കാണാൻ പറ്റിയത്. എന്നാലും കുഴപ്പമില്ല, അതെനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് പിന്നീട് KSRTC കർണാടക RTCയുടെ ഒരു ബസ്സിൽ 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ സൂര്യകാന്തി പൂക്കൾ പൂത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ എനിക്കറിയുന്ന മലയാളത്തിലും തമിഴിലെല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് മനസ്സിലാക്കിയത്. പക്ഷേ പേര് ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ അപ്പുറത്തിരുന്നൊരു അമ്മച്ചി ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ ഇറങ്ങിയാൽ മതി, അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഈ പൂക്കൾ പൂത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തും. അവിടെ അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് എന്നെക്കാട്ടിലും പൊക്കമുള്ള ചെടികളൊക്കെയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ എന്നെ കാണത്തുപോലുമില്ല. പിന്നെ അവിടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വരുന്നത് കൂടുതലും മലയാളീസാണ്. ഈ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവിടുത്തെ കെയർ ടേക്കർ പൈസ മേടിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിച്ചില്ല. ഞാൻ ചെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ഐ ലവ്ഡ് ഇറ്റ്.